ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ഞങ്ങൾ ആ ഡിഷ് ഉണ്ടാക്കി കുറച്ചുണ്ടാക്കിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചുണ്ടാക്കി. അപ്പോൾ അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇന്നും ഇതുണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മുടെ ദിലീപേട്ടൻ്റെ ദേപ്പുട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി, കുറച്ച് തേങ്ങ, ഇത് മാംഗോ പൾപ്പാണ് കേട്ടോ, മാങ്ങേൻ്റെ പൾപ്പ് എടുത്തിട്ട്. പിന്നെ ഇത് മാംഗോ 2 സൈസിൽ അരിഞ്ഞിട്ടുണ്ട്, ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് കുറച്ച് വലുതും. ഇനി നമുക്ക് ഈ മാംഗോ പൾപ്പ് ഇതിലോട്ടെടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതേ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈ മാംഗോ പൾപ്പ് അടിച്ചെടുക്കാൻ, മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഈ പുട്ടുപൊടിയിലേക്ക് കുഴച്ച് നല്ല കുഴച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു പ്രത്യേക ഒരു മണം വരും ഇതിതാക്കുമ്പോൾ, മാംഗോ പൾപ്പെല്ലാം. അപ്പോൾ ഇത് നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കാം കേട്ടോ, ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഇനി ഇതൊന്നും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാം, ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായി നമ്മൾ ഉടച്ച് കൊടുക്കാം, കേട്ടോ. ഇനി ഇത് നമുക്ക് നമുക്കിനി പുട്ടും കുറ്റിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ ഇടുന്നു. നമ്മൾ ഫുള്ള് മാങ്ങയും ഈ അരിപ്പൊടി മാത്രം ആയതുകൊണ്ട് ആണ് അതിങ്ങനെ നല്ല സോഫ്റ്റ് മഞ്ഞ പൊടിയായി കാണുന്നത് കേട്ടോ. ഇതിലോട്ട് കുറച്ചും കൂടി തേങ്ങ വെച്ചിട്ട് നമുക്ക് അപ്പം അതേ ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുട്ടെടുക്കാം. എന്താ ഭംഗി, മഞ്ഞ പുട്ട്, അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ള വര പോലെ തേങ്ങ അല്ലേ, ഒരു പ്രത്യേക ഭംഗി. ഇതിൽ നമ്മൾ മാംഗോൻ്റെ നമ്മൾ കുറച്ച് 2 സൈസിലരിഞ്ഞിട്ടുള്ള മാംഗോസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ആ ചെറിയതാക്കി അരിഞ്ഞ മാംഗോസ് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാംഗോ പീസ് ഇട്ട പുട്ടും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് മാംഗോ പീസ് ഇട്ട പുട്ട്, ഇത് രണ്ടും നമ്മൾ പ്ലെയിനായിട്ട് ഉണ്ടാക്കി പുട്ടാണ്. ഇത് ഇനി തിന്നുന്ന രീതിയും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ദിലീപേട്ടാ സെറ്റല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ തിന്നണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ മാങ്ങ എടുത്ത് ഈ പുട്ടിൽ ഇങ്ങനെ കുഴച്ച് ഒരു വാഴ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും വേണം, ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ.